This news is brought to you by പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. വൈസ്മാൻ ക്ലബ്ബ് കാക്കയഞ്ചാൽ ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചു. വൈസ്മാൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോമി തോമസിന്റെ ഔദ്യോഗിക ക്ലബ്ബ് സന്ദർശനവും ഇതോടൊപ്പം നടന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അടക്കം സമീപസ്ഥരായ വാർഡ് മെമ്പർമാരെയും ചടങ്ങിൽ ഷാൾ അണിയിച്ച് ആദരിച്ചു. വൈസ്മാൻ പ്രസിഡന്റ് ജിജി മാനുവൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസാമ തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ രാജു, 1-ാം വാർഡ് മെമ്പർ മാനുവൽ മാപ്പിളപ്പറമ്പിൽ, 2-ാം വാർഡ് മെമ്പർ ലളിത ബാബു, 5-ാം വാർഡ് മെമ്പർ ജമീല കോളയത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മാൻ ടോമി തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ്മാൻ സിജു PC ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ്മാൻ KJ മാത്യു ചടങ്ങിൽ സ്വാഗതം പറയുകയും ടോമി പുഞ്ചകുന്നേൽ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസാമ പനക്കൽ കേക്ക് കട്ട് ചെയ്ത് ക്രിസ്തുമസ് സന്ദേശം നൽകി. Grant each of them a new rebirth, to serve each other, give them life, to serve the world from further strife. Please raise your right hand. Great and dear motherland, we salute thee, we pledge our loyalty and promise our best efforts to bring the honor and glory. We acknowledge our duty to thee and brother we be worthy citizens of the nation. Jai Hind. സന്നിധിയായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്ന് വൈസ്മാൻ ക്ലബിന്റെ ഒരു സന്തോഷത്തിന്റെയും ഒരുപാട് ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറും അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയറും സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മാൻ ടോമി കലർക്കലിനെയും വളരെ സ്നേഹത്തോടെ ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലൈസമ്മ ദാസിനെ ഈ ക്ലബിന്റെ പേരില് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും കുറേ ആൾക്കാരെ കഷ്ടപ്പെടുകയുണ്ടായി. അവരെല്ലാം പ്രത്യേകം ഞാൻ ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് വന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തത് റെസൊല്യൂഷൻ ആണ്. ക്ലബ് പ്രസിഡന്റ് വൈസ്മാൻ ജിജി മാനുവലിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കാക്കഞ്ചാൽ വൈസ്മാൻ കുടുംബങ്ങൾക്ക് ഇത്. കാരണം ഈ DGP സെറ്റും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും അതുപോലെ തന്നെ അതോടുകൂടി എടുത്തു പറയേണ്ട കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ ഭരണസാരഥികളെ നമുക്ക് ഈ നിമിഷം ഇവിടെ ക്ഷണിക്കാൻ പറ്റിയതിലും അവർ വളരെ സ്നേഹപൂർവ്വം നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ഈ പരിപാടിയിൽ അവർ പങ്കുചേരാമെന്ന് പറയുകയും ചെയ്തു. അവർക്ക് ഇതിനേക്കാളും വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഹെവി ഫുഡ് കിട്ടുന്ന വലിയ ഒരു ഓഡിയൻസിന് മുമ്പിൽ നിന്നാണ് അവർ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി അവർ വന്നത്. കാരണം അവർക്ക് അവിടെ സമയം പോകും, അല്ലെങ്കിൽ നമ്മുടെ ക്ലബിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വൈസ്മാൻ ഇന്റർനാഷണൽ ക്ലബിന്റെ ക്ഷണപ്രകാരം നമ്മുടെ ക്ലബിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ ജമീല കോളേജ് മെമ്പർ എന്നെ വിളിച്ചായിരുന്നു. 2 പ്രാവശ്യം വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വൈസ്മാനിൽ വരാൻ തയ്യാറാണ്. അവർക്ക് അവിടെ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ക്ലബിനെ ഈ മെമ്പർമാർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ശരിക്കും ഒരു പഞ്ചായത്തിന് ഡയറക്ടർ ബോർഡ് തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് നിവേദനങ്ങൾ കൊടുക്കണമെങ്കിൽ ഇപ്പൊ ആണെങ്കിൽ സൗകര്യമാണ്. 1-ാം വാർഡ് മെമ്പറുണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉണ്ട്, സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ 2 മുൻ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളൂ. വൈസ്മാൻ ക്ലബിലുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്ത് വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് കാക്കഞ്ചാൽ വൈസ്മാൻ ക്ലബും കൂടെ വൈസ്മാൻ ഇയറിൽ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ ഒരു പരസ്യമായിട്ടല്ല, വളരെ ഡൊണന്റ്. ഇപ്പം കാക്കഞ്ചാൽ ഇന്റർനാഷണൽ വൈസ്മാൻ ക്ലബിന്റെ ഒരു ഭാഗമാണ് ചിറ്റാരിക്കാല് വൈസ്മാൻവാസ് എന്നൊരു സംഭവമുണ്ട്. അവിടെ അതിന്റെ 10-15 അന്തേവാസികൾ പാഠിപ്പിച്ച് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് തന്നെ അവർക്കുണ്ട്. വൈസ്മാൻ ക്ലബിന്റെ ഭാഗം തന്നെയാണ്. നമ്മളെപ്പോഴുള്ള ക്ലബുകളുടെ
ഡൊണേഷനിലൂടെയാണ് അത്രയും ക്ലബ്ബുകളൊക്കെ ആ ഒരു വൈസ് നിവാസ് തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്. അവര് ഈ വൈസ്മാൻ ഇന്റർനാഷണൽ ക്ലബിന്റെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്ട്രിക്ട് ഗവർണർ ടോമി നിങ്ങളോടത് പറഞ്ഞു തരുന്നതായിരിക്കാം. നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിനെ നാളെ ഭരിക്കാൻ മുന്നോട്ടിറങ്ങിയിരിക്കുന്ന മെമ്പേഴ്സാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവര് മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിൽ വരാൻ പോകുന്ന 5 വർഷം ഏത് രീതിയിൽ ചെറുപുഴ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരസ്പരം ആൾക്കാർ തമ്മിൽ ഒരു പരിധി വരെ രാഷ്ട്രീയമല്ല പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. ആ വ്യക്തിയുടെ നമ്മൾ ആ നാട്ടിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മൾ ഓരോ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ വോട്ടർമാരും ആ നാട്ടിൽ ആ ഇലക്ഷനിൽ നിൽക്കുന്ന ആ വ്യക്തിയെ എത്രമാത്രം അവർക്കൊരു സമൂഹത്തിൽ വില കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പഞ്ചായത്ത് ഇലക്ഷനിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. പല സ്ഥലത്തും ചിലപ്പോൾ LDF ഭൂരിപക്ഷമുള്ളിടത്ത് UDF ജയിച്ചിട്ടുണ്ട്, UDF ഭൂരിപക്ഷമുള്ളിടത്ത് LDF ജയിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ആ വ്യക്തിയുടെ ഒരു സ്വാധീനമാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ കാണുന്നത്. ഏറെ സന്തോഷമുണ്ട് ഞങ്ങളെ ഇങ്ങനെയൊന്ന് വിളിച്ച് ഈ ദിവസം ഈ സായംസന്ധ്യയിൽ ആദരിക്കുന്നതിന് വേണ്ടി വിളിച്ചതിന്. ഇവിടെ പ്രിയപ്പെട്ട ടോണിച്ചേട്ടനും ക്ലബിൻ്റെ പ്രസിഡന്റ് ജിജിയും ഏറെ പറയുകയുണ്ടായി വൈസ്മാൻ ക്ലബ്ബ് നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയാണ്, ആരോപണങ്ങളെ കുറിച്ച്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്, വലിയ ആരോപണങ്ങളൊന്നും കേൾക്കാതെ സത്യസന്ധമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിപൂർവകമായ ഒരു ചെറുപുഴയുടെ വികസനത്തിന് നല്ല ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവും. വിമർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഒന്ന് പുറകോട്ട് ചിന്തിക്കുവാനും അത് തിരുത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഇന്നലെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സാരഥ്യം ഏറ്റെടുത്തു. നിങ്ങൾ പിറ്റേ ദിവസം തന്നെ നല്ലൊരു സ്വീകരണം തന്നു. അതിനെല്ലാം നന്ദിയോട് ഓർക്കുന്നതോടൊപ്പം ഞങ്ങൾക്കറിയാം ഇത് വലിയൊരു ഉത്തരവാദിത്വം ഞങ്ങളിൽ അർപ്പിതമായി എന്നുള്ളൊരു തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വരുന്ന 5 വർഷം ഇന്നുള്ള ചെറുപുഴയെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യകതകളെല്ലാം ഇവിടെ ടോമി സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. 5 വർഷം മുമ്പും നിങ്ങൾ ഇതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഇപ്പോഴും നിങ്ങൾ എനിക്ക് അവസരം ഒരുക്കി തന്ന നിങ്ങളോട് ഈ അവസരത്തിൽ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലുമാണ് ഞങ്ങളെ ഇവിടെ ഇരിക്കാൻ അർഹരാക്കിയത്. അതിനുള്ള നന്ദി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ നമസ്കാരം. എനിക്ക് പ്രസംഗം പറയാനൊന്നും വലിയൊരു കാര്യശേഷിയാണ്. എനിക്ക് പ്രവർത്തനമാണ് ഇഷ്ടം. അതിന് ശരിയാണിത്. പിന്നെ എന്നാലും ചില സമയത്ത് എല്ലാവരൊക്കെ പറയാതെ പോയെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഒന്നും അറിയത്തില്ല, കുഴപ്പമില്ല. 40 വർഷത്തെ വിടവുണ്ട് ഞാനും പൊതുപ്രസ്ഥാനങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പാലാവിൽ നിന്ന് പോകുന്നതിന് ശേഷം 40 കൊല്ലമായിട്ട് പൊതുരംഗത്ത് ഒന്നും ഞാൻ പ്രവർത്തിക്കാതിരിക്കാം. കാര്യമാണ്. എനിക്ക് 2ാം തവണയാണ് ഈ ക്ലബിൻ്റെ ആദരവ് കിട്ടിയിട്ടുള്ളത്.
അതിൽ വളരെയധികം സന്തോഷമുണ്ട്. വന്ന് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു വികസന പദ്ധതിയായ നമ്മുടെ റോഡിൻ്റെ കാര്യം നമ്മളെല്ലാവരും തന്നെ ഒന്നടക്കമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി മീറ്റിംഗിൽ നമ്മൾ മുൻഗണനയായി വെച്ചുകൊണ്ട് നിങ്ങളെ ഈ സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിച്ച് തരുമെന്ന് നിങ്ങളോടൊപ്പം നമ്മളും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ നമ്മൾ അറിയിക്കുകയാണ്. അതിനോടൊപ്പം ക്രിസ്മസ് പുതുവത്സരാശ്രമം നേർന്നുകൊണ്ട് നിർത്തുന്നു. കഴിഞ്ഞ 3 വർഷക്കാലമായി 3 ടേമിലായി ഇവിടെ വളരെ മാതൃകപരമായി ഈ വൈസ്മെൻ ക്ലബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന് തന്നെ എടുത്തു പറയുന്നത്. നമുക്കറിയാം, ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ സ്വന്തം നാട്, എൻ്റെ നാട്ടിലുള്ള ഒരു ക്ലബ്ബ്, അതുപോലെ ഈ ക്ലബിൻ്റെ തുടക്ക പ്രവർത്തനവും എല്ലാം ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലെല്ലാം ഇതിലിടപെട്ട ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ ഈ ക്ലബിൻ്റെ പ്രവർത്തനത്തിൽ നമ്മളിൽ നിന്ന് മറിഞ്ഞുപോയ 2 വ്യക്തികൾ ഓർക്കാതിരിക്കാൻ പറ്റൂല. നമ്മുടെ രാജവേട്ടനെയും നമ്മുടെ മഞ്ചകുന്ന ജോസിയേട്ടനെയും. അത് അവരുടെ എല്ലാം ഒരു പ്രവർത്തനം കഴിഞ്ഞ 15 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുമ്പോൾ ഏറെ 10 വർഷക്കാലം ഈ വാർഡിന്റെ മെമ്പർ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്മരണയിൽ വരികയാണ്. തീർച്ചയായും നമ്മളിൽ നിന്ന് വിട്ടുപോയവരുടെയും ഇപ്പോൾ നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഈ വൈസ്മെൻ ക്ലബ് അംഗങ്ങളുടെ എല്ലാം പ്രവർത്തനം നമ്മുടെ നാടിനും അതുപോലെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനും തന്നെ വളരെയധികം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് എൻ്റെ ഓർമ്മയിലിരിക്കുകയാണ്. പള്ളി സ്റ്റേജിലുള്ള മറ്റ് മെമ്പർമാരെ, വൈസ്മെൻ കുടുംബാംഗങ്ങളെ, കുട്ടികളെ, ഇന്ന് നേരത്തെ പറഞ്ഞമായി നമ്മൾക്ക് നല്ലൊരു ദിവസം ഈ നാടുകളിലെ ഒരു ആഘോഷമാക്കി മാറ്റേണ്ട ഒരു ദിവസം തന്നെയാണിത്. കാരണം നമ്മളെ ഭരിക്കാൻ ഉള്ള നേതാക്കന്മാരുടെ നേതൃത്വം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ക്രിസ്മസിനോട് അനുബന്ധിച്ചും ന്യൂ ഇയറിനെ സംബന്ധിച്ചും അടക്കമുള്ള ഇന്നത്തെ ഈ പ്രോഗ്രാം. എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിൽ സ്വാദേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ 6 പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം, മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം. ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 9447 300 157. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ.